യെസ്, രാഹുൽ മാങ്കൂട്ടത്തിലാണ് ഇപ്പോൾ മാധ്യമപ്രവർത്തകരെ കാണുന്നത്. രാഹുൽ മാങ്കൂട്ടം അതായത് ഒരു മാധ്യമപ്രവർത്തകനുമായുള്ള സംഭാഷണം എന്ന നിലയിലുള്ള വിവരങ്ങൾ പുറത്തുവിടുമ്പോഴും ചോദ്യങ്ങൾ നിരവധിയാണ്. അത്തരം ചോദ്യങ്ങളിൽ നിന്ന് രാഹുൽ കൃത്യമായ മറുപടി നൽകാതെ തനിക്ക് പറയാനുണ്ട് ചിലത് എന്നത് പറഞ്ഞ് ഒഴിയുന്ന സാഹചര്യം കൂടിയാണ് ഉണ്ടാകുന്നത്. ഇതിനു മുമ്പ് പുറത്തു വന്നിട്ടുള്ള ശബ്ദരേഖയുടെ ആധികാരികത സംബന്ധിച്ച് അത് നിഷേധിക്കാൻ രാഹുൽ മാങ്കൂട്ടം ഇപ്പോഴും തയ്യാറാകുന്നില്ല. പാർട്ടിയെ പ്രതിരോധത്തിലാക്കാൻ ആഗ്രഹിക്കുന്നില്ല താൻ എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു വെക്കുമ്പോൾ പോലും പാർട്ടിയെ പ്രതിരോധത്തിലാക്കുന്ന പ്രവൃത്തിയിൽ താൻ ഇടപെട്ടിരുന്നോ അല്ലെങ്കിൽ താൻ പങ്കാളിയാണോ എന്നതിലൊന്നും കൂടുതൽ വ്യക്തത വരുത്താനും രാഹുൽ മാങ്കൂട്ടത്തിൽ തയ്യാറായിട്ടില്ല. രാഹുൽ മാങ്കൂട്ടത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള രാജിയുടെ സൂചനയും ഇപ്പോൾ നൽകുന്നില്ല. മറിച്ച് അവന്തിക എന്ന ട്രാൻസ്ജെൻഡർ നടത്തിയ ശബ്ദ സംഭാഷണം അടക്കമാണ് ഇപ്പോൾ പുറത്തുവിടുന്നത്. ഡാൻ കുര്യനുണ്ട്. ഡാൻ ഈ ശബ്ദ വിവരങ്ങൾ പുറത്തുവിടുമ്പോൾ അതായത് അവന്തികയുമായുള്ള സംഭാഷണമടക്കം പുറത്തുവിട്ടുകൊണ്ട് ഇപ്പോൾ ചില പ്രതിരോധങ്ങൾ തീർക്കാൻ ശ്രമിക്കുന്നുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നാണല്ലോ നമുക്ക് മനസ്സിലാക്കേണ്ടത്. എന്താണ് ഇതിന്റെ വസ്തുത? അതിൽ ഒരു പ്രതിരോധവും നടക്കില്ല. അതിൻ്റെ എല്ലാ തെളിവും എൻ്റെ കയ്യിലുമുണ്ട്. കഴിഞ്ഞ ഓഗസ്റ്റ് മാസം 1-ാം തീയതി രാത്രി 7 മണിക്കും 8 മണിക്കും ഇടയിലാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ മാധ്യമപ്രവർത്തകരെ വസതിയിൽ വെച്ച് കണ്ടപ്പോൾ പ്ലേ ചെയ്ത ആ ഓഡിയോയ്ക്ക് കാരണമായ കോൺഫറൻസ് കോള് നടക്കുന്നത്. ആ കോൺഫറൻസ് കോളിൽ കോൺഗ്രസിൻ്റെ ഒരു ട്രാൻസ് നേതാവും അതോടൊപ്പം അവന്തികയും ഉണ്ടായിരുന്നു. ഞങ്ങൾ 3 പേരുമാണ് സംസാരിച്ചത്. അതിട്ട് ആ കോൺഗ്രസ് നേതാവ് തന്നെയാണ് അവന്തികയെ ഫോണിൽ കണക്ട് ചെയ്തത്. ഫോണിൽ കണക്ട് ചെയ്തപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ പ്ലേ ചെയ്ത് കേൾപ്പിച്ച അതേ ചോദ്യങ്ങൾ ഞാൻ തന്നെയാണ് അവന്തികയോട് ചോദിക്കുന്നത്. അവന്തിക ആ കാര്യങ്ങൾ നിഷേധിച്ചു, പൂർണ്ണമായി തന്നെ നിഷേധിച്ചു. പക്ഷേ അവന്തിക എന്നോട് ആവർത്തിച്ച് നിങ്ങൾ എങ്ങനെയാണ് ഈ കാര്യം അറിഞ്ഞത് എന്ന് ചോദിക്കാൻ വളരെ ക്യൂരിയസ് ആയി ശ്രമിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഞാൻ ആ പേര് വെളിപ്പെടുത്തില്ല എന്ന് ഞാൻ ഉറപ്പ് കൊടുക്കുകയും ചെയ്തു. ഈ ഫോൺ കോൾ വെച്ച് 10 മിനിറ്റിനകത്ത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിശ്വസ്തൻ എന്നെ ഫോണിൽ ബന്ധപ്പെട്ടു. അതിൻ്റെ കൃത്യമായ തെളിവുകൾ എൻ്റെ പക്കലുണ്ട്. അത് അല്പസമയത്തിനകം നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കും. 8-1 ഓഗസ്റ്റ് 1-ാം തീയതി വൈകിട്ട് 8-1 8-2 എന്നെ അടുപ്പിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിശ്വസ്തൻ ഫോണിൽ വിളിച്ച് നിങ്ങളിപ്പോൾ ആരെയെങ്കിലും വിളിച്ചിരുന്നോ, രാഹുലിൻ്റെ കാര്യം അന്വേഷിച്ചിരുന്നോ എന്ന് ചോദിച്ചാണ് എന്നെ വിളിക്കുന്നത്. ഞാനിപ്പോഴും അദ്ദേഹത്തിൻ്റെ പേര് വെളിപ്പെടുത്തുന്നില്ല, അയാളുടെ സ്വകാര്യതയെ മാനിച്ചുകൊണ്ട്. പിറ്റേ ദിവസവും ഇതേ കാര്യം പറഞ്ഞുകൊണ്ട് എന്നെ വീണ്ടും വിളിച്ചു. എന്തെങ്കിലും അറിഞ്ഞോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാനൊന്നും അറിഞ്ഞിട്ടില്ല. നിഷേധിക്കുകയാണല്ലോ, പിന്നെ നമ്മൾ അതിൻ്റെ പുറകെ പോകേണ്ട കാര്യമില്ലല്ലോ എന്നാണ് ചോദിച്ചത്. പക്ഷേ ഈ വിവാദങ്ങൾ ഉണ്ടായി. റിനി എന്ന മാധ്യമങ്ങളെ കണ്ടതിൻ്റെ തൊട്ട് പിറ്റേ ദിവസം രാവിലെ അതേ ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ഒരാൾ എന്നെ വിളിച്ചിട്ടാണ് അവന്തികയ്ക്ക് പ്രതികരിക്കണമെന്നുണ്ട്, പേടി കൊണ്ടാണ് ഒന്നും പറയാതിരുന്നത്. അന്ന് നിങ്ങൾ വിളിച്ചപ്പോൾ സംസാരിക്കാതിരുന്നതും ഭയം കൊണ്ടാണ്. അവളെ ആരെങ്കിലും കൊല്ലുമോ എന്നുള്ള പേടിയാണ് അവൾക്ക്. പക്ഷേ ഇനി നിങ്ങളോട് സംസാരിക്കുമെന്ന് പറഞ്ഞു. എനിക്കത് പെട്ടെന്ന് വിശ്വസിക്കാൻ പറ്റിയില്ല. കാരണം അന്ന് അങ്ങനെ ഒന്നേ ഉണ്ടായിട്ടേ ഇല്ല എന്ന് പറഞ്ഞ് എല്ലാം ഡിഫെൻഡ് ചെയ്ത അവന്തിക എന്നോട് സംസാരിക്കാൻ താല്പര്യപ്പെടുന്നു, എന്തോ കാര്യങ്ങൾ പറയാനുണ്ട് എന്ന ആ കൃത്യമായൊരു സന്ദേശം മറ്റൊരാൾ മുഖേന കൈമാറി. അന്ന് വൈകുന്നേരം ഞാൻ അവന്തികയുമായി സംസാരിച്ചതിന് ശേഷമാണ് അന്ന് വൈകുന്നേരം 5 മണിക്ക് അവന്തികയുടെ ഈ വെളിപ്പെടുത്തൽ നമ്മൾ സംപ്രേഷണം ചെയ്യുന്നത്. അത് വെളിപ്പെടുത്തൽ നടത്തുന്നതിനിടയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ അവന്തികയെ ഫോണിൽ വിളിച്ചത് തത്സമയം നമ്മൾ എല്ലാവരും കണ്ടതാണ്. അതിനുശേഷം അവന്തിക തന്നെ ആ കാര്യങ്ങൾ മറ്റ് മാധ്യമങ്ങളിലൂടെ ആവർത്തിക്കുകയും ചെയ്തു. അതായത് അന്ന് ഭയം കൊണ്ടാണ് ഒന്നും താൻ പറയാതിരുന്നത് എന്ന ഈ ഫോൺ സംഭാഷണത്തിനിടയിൽ തന്നെ അവന്തിക ആവർത്തിച്ചതാണ്. അതടക്കം നമ്മൾ അല്പസമയത്തിനകം മാധ്യമങ്ങളിലേക്ക് ഒരിക്കൽ കൂടി എത്തിക്കുകയും ചെയ്യും. തീർച്ചയായും അതാണ് ഡാൻ ഇപ്പോഴത്തെ പ്രതിരോധം എത്രത്തോളം ദുർബലം എന്നത് മനസ്സിലാക്കുന്നത്. സ്വാഭാവികമായും അധികാരത്തിന്റെ ഭാഗമായി നിൽക്കുന്ന ഒരാൾ കൂടിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. കഴിഞ്ഞ ദിവസം മറ്റൊരു പെൺകുട്ടിയുടെ ശബ്ദ സംഭാഷണം അടക്കം പുറത്തു വരുമ്പോൾ ഇല്ലാതാക്കണമെങ്കിൽ അതൊക്കെ എത്ര നിസ്സാരം എന്ന് നിസ്സാരമായി എനിക്കത് സാധിക്കും എന്ന് പറയുന്ന രാഹുലിനെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ സ്വാഭാവികമായും രാഹുൽ മാങ്കൂട്ടം ഇപ്പോൾ മുന്നോട്ട് വയ്ക്കുന്ന ഈ വാദം എന്നത് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ആദ്യമായി തന്നെ പുറത്തു വരുമ്പോഴുള്ള സാഹചര്യമാണ്. ആ സാഹചര്യത്തിൽ പല സ്ത്രീകളും മടിച്ചിട്ടുണ്ട് ഇക്കാര്യങ്ങൾ തുറന്നു പറയാൻ. അതിൽ ട്രാൻസ്ജെൻഡർ വിഭാഗം ഉൾപ്പെടെയുള്ളവർ മടി കാണിച്ചിട്ടുണ്ട് എന്നത് വസ്തുതയാണ്. ഇതെങ്ങനെയാണ് പുറത്തറിഞ്ഞത് എന്ന അവന്തികയുടെ ചോദ്യത്തിൽ നിന്ന് തന്നെ ഇങ്ങനെയൊരു സംഭവം ഉണ്ടായി എന്നത് വ്യക്തമാണല്ലോ. അത് ആരിലൂടെ പുറത്തു വന്നു എന്നതായിരുന്നല്ലോ ഡാൻ ആ ചോദ്യം. അതുകൊണ്ട് തന്നെ രാഹുൽ മാങ്കൂട്ടം ഇപ്പോൾ പുറത്തേക്ക് വിടുന്ന ഈ ശബ്ദം, അതായത് ഡാനുമായുള്ള സംഭാഷണം, അവന്തിക നേരത്തെ സംസാരിച്ച വിവരങ്ങൾ എങ്ങനെ പുറത്തു വരുന്നു എന്ന് ചോദിക്കുമ്പോൾ ആ പശ്ചാത്തലം വളരെ വ്യക്തമാണല്ലോ ഡാൻ. തീർച്ചയായിട്ടും അവന്തിക തന്നെ ഒരുപക്ഷെ എന്നോട് സംസാരിച്ചതിന് ശേഷം ഇതെങ്ങനെയാണ് പുറത്തു പോയതെന്ന ഒരു ഉത്കണ്ഠയിൽ രാഹുലിനെ വിളിച്ചതായിരിക്കാം, അല്ലെ രാഹുലുമായി ബന്ധപ്പെട്ട മറ്റാരെങ്കിലുമായി സംസാരിച്ചതായിരിക്കാം. അതിനെക്കുറിച്ച് എനിക്ക് ധാരണയില്ല. പക്ഷെ അവർ തമ്മിൽ സുഹൃത്തുക്കളാണ്.
അവർ തമ്മിൽ സൗഹൃദമുണ്ടായിരുന്നു. അത് വ്യക്തമാക്കുന്നതായിരുന്നു അവന്തികയുടെ അതിനുശേഷമുള്ള പ്രതികരണം. ഞാനിങ്ങനെ മറ്റൊരാളുടെ അനുവാദം കൂടാതെ അവരുടെ ഫോൺ കോൾ റെക്കോർഡ് ചെയ്യുന്ന സ്വഭാവം എനിക്കില്ല. അതുകൊണ്ട് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ സുഹൃത്ത് എന്നെ 3 തവണ ഇതുമായി ബന്ധപ്പെട്ട് വിളിച്ചപ്പോഴും ഞാൻ ആ ഫോൺ കോളുകൾ റെക്കോർഡ് ചെയ്തിട്ടില്ല. പക്ഷേ എന്താണ് വസ്തുതയെന്ന് ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി എന്നെ വിളിച്ചതിൻ്റെ തെളിവ് ഓഗസ്റ്റ് 1-ാം തീയതി വൈകിട്ട് ഞാനും അവന്തികയുമായി സംസാരിച്ചതിന് പിന്നാലെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിശ്വസ്തനായ ഒരു യൂത്ത് കോൺഗ്രസ് നേതാവ് എന്നെ ഫോണിൽ ബന്ധപ്പെട്ട് എൻ്റെ സ്ക്രീൻഷോട്ട് മാത്രം ഞാൻ അല്പസമയത്തിനകം പ്രേക്ഷകരിലേക്ക് എത്തിക്കും. അത് എന്താണ് ഇതിൻ്റെ നിജസ്ഥിതി എന്ന് ബോധ്യപ്പെടാനാണ്. ആ ഓഡിയോയിൽ പരാമർശിക്കുന്ന വ്യക്തി ഞാൻ തന്നെയാണ്. ഞാനാണ് അവന്തികയോട് സംസാരിച്ചത്. അതിനുശേഷം കഴിഞ്ഞ ദിവസം അവന്തികയുടെ സുഹൃത്തായ മറ്റൊരു ട്രാൻസ്ജെൻഡർ ആക്ടിവിസ്റ്റാണ്. അവരൊന്ന് ഭയം കൊണ്ടാണ് നിങ്ങളോടൊന്നും പറയാതിരുന്നത്. ഇനി പക്ഷേ അവർ നിങ്ങളോടെല്ലാം തുറന്നു പറയും, നിങ്ങൾ ഒന്നുകൂടി അവരെ വിളിക്കൂ എന്ന് പറയുന്നത്. അതിനുശേഷമാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഗുരുതര വെളിപ്പെടുത്തലുമായി അവന്തിക തന്നെ രംഗത്തെത്തുകയും. തീർച്ചയായും അത് ഡാൻ ഈ സൂചിപ്പിക്കുന്നത് പോലെ തന്നെ നമുക്ക് ഒരു മാധ്യമധർമ്മം എന്ന നിലയിൽ ഇത്തരം സോഴ്സുകളെ സംബന്ധിച്ച് കൃത്യമായൊന്നും വെളിപ്പെടുത്തേണ്ടതില്ല. മാത്രവുമല്ല ഇപ്പോൾ ഈ സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഡാനിന്, അതായത് അവന്തിക എന്ന ട്രാൻസ്ജെൻഡറിനോട് അപമര്യാദയായി സംസാരിച്ചു എന്ന വിവരം മറ്റൊരു കോണിൽ നിന്നാണ് ലഭിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണല്ലോ ഡാൻ ഈ ഓഗസ്റ്റ് 1-ാം തീയതി ഡാൻ ബന്ധപ്പെടുന്നത്. ഒരു പക്ഷേ അവന്തികയെ സംബന്ധിച്ചിടത്തോളം അതൊരു അപ്രതീക്ഷിതമായ കോൾ ആയിരുന്നിരിക്കാം. അങ്ങനെയല്ലേ മനസ്സിലാക്കേണ്ടത്? എൻ്റെ ഫോണിൽ നിന്നല്ല അവന്തികയുടെ ഫോണിലേക്ക് വിളിക്കുന്നത്. അത് ഞാൻ ആദ്യം തൊട്ട് പറഞ്ഞത്. എന്നോടൊരു കോൺഗ്രസ് നേതാവ് തന്നെയാണ്, അവിടെയാണ് ഞാൻ എടുത്തു പറയുന്നത്, എന്നോടൊരു കോൺഗ്രസ് നേതാവ് തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഭാഗത്ത് നിന്ന് ദുരനുഭവം നേരിട്ട BJPയുടെ ഭാഗമായ ഒരു ട്രാൻസ്ജെൻഡർ ആക്ടിവിസ്റ്റ് ഉണ്ട്, അവരുടെ പേര് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞത്. ഞാനത് ആരാണ് എന്നറിയാനാണ് കോൺഗ്രസുമായി ബന്ധമുള്ള ഒരു ട്രാൻസ്ജെൻഡർ ആക്ടിവിസ്റ്റിനെ വിളിച്ചത്. പക്ഷേ അവർക്ക് അവന്തികയുടെ നമ്പർ കൈമാറാൻ കഴിയില്ല, അവർക്ക് അതിനൊരു പ്രയാസമുണ്ട് എന്ന് പറഞ്ഞു. പക്ഷേ നിങ്ങൾ ഇത്രയും ചോദിച്ചതല്ലേ, നിങ്ങൾ നേരിട്ട് അവന്തികയോട് ചോദിച്ചോളൂ എന്ന് പറഞ്ഞ് അവർ ആ കോൺഫറൻസ് കോളാക്കി കണക്ട് ചെയ്യുകയായിരുന്നു അവന്തികയ്ക്ക്. പെട്ടെന്ന് തന്നെ ഞാൻ അപ്പോഴാണ് ആദ്യമായിട്ട് അവന്തികയോട് സംസാരിക്കുന്നത്. മുമ്പേ രാഹുൽ മാങ്കൂട്ടത്തിൽ കേൾപ്പിച്ച ആ ചോദ്യങ്ങൾ ഞാൻ അവരോട് ചോദിച്ചു. അവരത് പൂർണ്ണമായും നിഷേധിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു. ഞാനത് അവിടം കൊണ്ട് വിട്ടു. പക്ഷേ ഞാനത് വിട്ടതിന് ശേഷവും രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിൻ്റെ വിശ്വസ്തർ ഉത്കണ്ഠയോടെ എന്നെ 3 തവണ ഫോണിൽ വിളിച്ചു. ഒരുപക്ഷെ ഞാൻ എന്തെങ്കിലും അറിഞ്ഞിട്ടാണോ, അല്ലെ കൃത്യമായി ഞാൻ അവന്തികയിലേക്ക് എങ്ങനെ എത്തി എന്നതായിരിക്കും അവരെ ആശങ്കപ്പെടുത്തിയത്. അന്ന് വൈകിട്ടും 2 തവണ വിളിച്ചു, പിറ്റേ ദിവസം ഉച്ചയ്ക്കും 1 തവണ, അങ്ങനെ 3 തവണ എന്നെ ഫോണിൽ വിളിച്ചു. ഞാനത് ആരാണ് എന്ന് വെളിപ്പെടുത്തുന്നില്ല, പക്ഷേ അതിൻ്റെ എല്ലാ രേഖകളും എൻ്റെ കയ്യിലുണ്ട്. പക്ഷേ ആ സംഭാഷണം ഞാൻ അവരോടുള്ള മര്യാദയെ പ്രതി ഞാൻ അങ്ങനെ റെക്കോർഡ് ചെയ്തിട്ടില്ല, അതിൻ്റെ റെക്കോർഡുകളൊന്നുമില്ല. കഴിഞ്ഞ ദിവസം അവന്തികയുടെ സുഹൃത്താണ് എന്നെ വിളിച്ച് ഇങ്ങനെയൊരു കാര്യം അവന്തികയ്ക്ക് പറയാനുണ്ട്, പേടി കൊണ്ടാണെന്ന് സംസാരിക്കാതിരുന്നത് എന്ന് പറഞ്ഞത്. അതിനുശേഷം അവന്തികയെ ഞാൻ ഫോണിൽ ബന്ധപ്പെട്ടപ്പോഴാണ് അവർ നമ്മളോട് വെളിപ്പെടുത്തിയ കാര്യങ്ങൾ വീണ്ടും. തീർച്ചയായും അതാണ്, അതായത് ഡാൻ ഇങ്ങനെയൊരു വിവരം ലഭിക്കുമ്പോൾ, അതായത് ഡാൻ ആ വാർത്ത ശേഖരിക്കാൻ ശ്രമിക്കുന്ന സമയത്ത് അവന്തിക അത് നിഷേധിക്കുകയും, അതായത് അവന്തിക തന്നെ പറയുന്നത് രാഹുൽ മാങ്കൂട്ടം സുഹൃത്താണ് എന്ന നിലയിലാണ് പറയുന്നത്. പക്ഷെ പിന്നീട് അവന്തിക എന്താണ് പറഞ്ഞത് എന്നതുകൂടി നമുക്ക് ഒരിക്കൽ